ഹായ്. അപ്പോൾ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ എസെൻഷ്യൽ മോഡൽ 0.8 kgയുടെ ഒരു റിവ്യൂവും ഒരു ഷോർട്ട് റെസിപ്പിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. റാപ്പിഡ് എയർ ടെക്നോളജിയാണ്. ന്യൂട്രി യു ആപ്പ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഫിലിപ്സിൻ്റെ എൻ്റെ പഴയ എയർ ഫ്രയർ ഉണ്ട്, സെയിം 0.8 kgയുടെ തന്നെ. 0.8 kg എന്ന് പറയുന്നത് ഒരു 4 മെമ്പർ ഫാമിലിക്ക് പറ്റിയ ഒരു എയർ ഫ്രയറാണ്. ലെസ് ദാൻ 1 kg എയർ ഫ്രയർ. അപ്പോൾ ഇതാണ് എയർ ഫ്രയർ. മുൻപ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴും റണ്ണിങ് ആണ്, ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ കുറച്ച് ട്രാവൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് പുതിയ മോഡൽ വാങ്ങിച്ചതാണ്. മുൻപ് ഞാൻ വാങ്ങിച്ചത് 7 വർഷമായിട്ടുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ട് എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, എത്ര ടൈം ഇന്ന ഫുഡിന് എന്നുള്ളതുണ്ട്. പിന്നെ ഈ എയർ ഫ്രയറിന് പഴയതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ളത്, ഇതിനൊരു ചൈൽഡ് ലോക്ക് ഉണ്ട്, കണ്ടില്ലേ? ആ ഗ്ലാസിൻ്റെ അത് ഒരു ചൈൽഡ് ലോക്കാണ്. പക്ഷേ എനിക്കത് അത്ര എഫക്റ്റീവായി തോന്നിയൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ബട്ടൺ. നമുക്ക് ഫുള്ളായിട്ട് തുറന്ന് ഈ ട്രേ എടുക്കാനായിട്ടുള്ള ബട്ടൺ ആ ചെറിയ ബട്ടണാണ്. ഞാൻ വിരൽ വെച്ചിട്ടില്ലേ, ആ ചെറിയ ബട്ടണിൽ അമർത്തിയിട്ട് വേണം നമുക്ക് ട്രേ പൊന്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പഴയ 7 വർഷം മുൻപത്തെ ഫിലിപ്സിൻ്റെ ആദ്യത്തെ എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ ഗ്രില്ലാണിത്. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഗ്രില്ലാണ്, നമ്മളുടെ സാധാരണ ഗ്രില്ലില്ലേ, ഗ്രില്ല് പോലത്തെ ഗ്രില്ല് തന്നെയാണ്. അപ്പോൾ ഇതിനങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, കണ്ടില്ലേ? മാത്രമല്ല ഇതിന് നമ്മളുടെ ആ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ് ഇതിന്. മറ്റേത് ഗ്രില്ലായിരുന്നു, അപ്പോൾ ഇതിന് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് തോന്നിയത്. പഴയ എയർ ഫ്രയറിന് അത് ഗ്രില്ലായിരുന്നു, അപ്പോൾ നമ്മൾ ഉരച്ച് കഴുകണം. ഇത് നോൺ സ്റ്റിക്കാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെള്ളമൊഴിച്ച് അങ്ങനെ ആ ചൂടോടുകൂടി തന്നെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ അതിൻ്റെ എന്താ പറയുക സെഡിമെൻസും പോകുന്നുണ്ട്, ഞാനിപ്പോൾ ട്രൈ ചെയ്തപ്പോഴൊക്കെ. അപ്പോൾ മറ്റേതിനൊരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാണിച്ചു തരാം മറ്റേത് വേറൊരു വീഡിയോയിൽ. അത് വർക്കിംഗ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിച്ചാണ്. അപ്പോൾ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും, അതിൽ കുക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഓയിൽ മതി, പെട്ടെന്ന് കുക്കാവും. പിന്നെ എയർ ടെക്നോളജിയാണ്, നമ്മളുടെ എന്താ പറയുക ഓവൻ ടെക്നോളജി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്, ഒരു ബ്രെഡ് സാൻഡ്വിച്ച്, ഈസി ബ്രെഡ് സാൻഡ്വിച്ച്, കിഡ്സ് സാൻഡ്വിച്ച് റെസിപ്പി എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. നിങ്ങൾ അളവുകൾ അതിൽ കാണുക. 2 ബ്രെഡിലും കൂടി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ഇത് സ്പ്രെഡ് ചെയ്യാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ മോസറല്ല ചീസ്, മോസറല്ല ഷെഡാർ ഏതെങ്കിലും ഒരു ഷ്രെഡഡ് ചീസ് എടുക്കുക. 1 ടൊമാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ പെപ്പർ കിട്ടുമല്ലോ, ഒന്നുകിൽ ബെൽ പെപ്പേഴ്സ് അല്ലെങ്കിൽ പച്ചമുളക് ഏതെങ്കിലും ഒരെണ്ണം സ്ലൈസ് ചെയ്തെടുക്കുക. ഇത്രയാണ് ഈ സാൻഡ്വിച്ചിന് ആവശ്യമുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. ഈ പെപ്പർ ഇടുമ്പോൾ തന്നെ ഓൾറെഡി നല്ല എരിവുള്ള പെപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്നിട്ട് പെപ്പർ സ്ലൈസ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചീസ് ഇടുക. അപ്പോൾ ഇതേ സാൻഡ്വിച്ച് നമുക്ക് പാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പാൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ വേണം. അതൊന്ന് കുറച്ചെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ഗീ അടിയിലിട്ടില്ലെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. അതൊന്ന്. രണ്ടാമത് പാൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ സാൻഡ്വിച്ചിൻ്റെ അടിഭാഗം മാത്രമാണ് മൊരിയുള്ളൂ. പക്ഷേ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിലാകുമ്പോൾ നമുക്ക് ഇത് അടിഭാഗവും മോൾ ഭാഗവും ഒരേപോലെ തന്നെ നമ്മളുടെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ 2 മിനിറ്റിനാണ് വെക്കാൻ പോണത്. ഓൺലി ഫോർ 2 മിനിറ്റ്സ്. 2 മിനിറ്റ് മതി എയർ ഫ്രയറിൽ ഇത് റെഡി ആയി വരാൻ, ഈ സാൻഡ്വിച്ച്. അപ്പോൾ വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ, വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇനി ടൈം സെറ്റ് ചെയ്യുക. ഇതേ കണ്ടില്ലേ, മാക്സിമം ഞാനത് 4 മിനിറ്റിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ 2 മിനിറ്റാണ് ഞാൻ യൂസ് ചെയ്തുള്ളൂ. 180ലാണ് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ. ഓക്കെ, ഇതേ കണ്ടില്ലേ, സാൻഡ്വിച്ച് മോൾ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുട്ടികൾക്ക് ഇഷ്ടമാവും ഈ റെസിപ്പി, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അവർക്ക്, ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ആയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.